ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. പുഷ്പ 2 11-ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. അതൊരു സൂപ്പർ സൺഡേ ആയി മാറുകയാണ്. രണ്ടാം ഞായറാഴ്ച ഞെട്ടിക്കുന്ന സൺഡേ ആയി മാറുകയാണ്. സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് തകർത്ത് കയറിവ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒപ്പം ആരും ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കണ്ട. ഇവിടെ ഇന്ന് 11-ാം ദിവസം സൺഡേ ഒരു സൂപ്പർ സൺഡേ ആയി മാറുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മികച്ച രീതിയിലാണ് സിനിമയുടെ ബുക്കിംഗ് നമുക്ക് ഇന്ന് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. തെലുങ്കാനയേക്കാൾ കൂടുതൽ തിരക്ക് അവിടെയാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ തന്നെയാണ് ഇന്നത്തെ ബുക്കിംഗ് കാണാൻ കഴിയുന്നത്. എന്തിന് കേരളത്തിൽ പോലും ഇന്ന് ഗംഭീര ബുക്കിംഗ് തന്നെയാണ്. ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തേക്കാൾ മുകളിലേക്കുള്ള ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കളക്ഷൻ ട്രാക്കേഴ്സ് പോലും ഇന്നലെ ഇതേ സമയത്ത് 316 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 14 ലക്ഷം രൂപയായിരുന്നു കിട്ടിയതെങ്കിൽ ഇന്ന് 21 ലക്ഷം രൂപയോളമാണ് കേരള കളക്ഷൻ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അതായത് ഇപ്പോൾ തന്നെ 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ എത്തിയിരിക്കുന്നു. അതായത് ഈവനിങ് കളക്ഷനോടെ 75 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തും. കേരളത്തിൽ ഏറ്റവും നെഗറ്റീവായി വന്ന ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ നമുക്ക് ഹൈദരാബാദിലെ ബുക്കിങ്ങും ഒക്കെ എടുത്തു നോക്കുമ്പോൾ എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള ഒരു കാര്യമാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള 3D പോലെയുള്ള ഇതിനകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച രീതിയിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് പോകുന്നത്. ഇന്ന് സിനിമ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വലിയ ഒരു എമൗണ്ട് തന്നെയാണ്. അതായത് 100 കോടിയായിരുന്നു സിനിമയ്ക്ക്, 100 കോടിക്ക് മുകളിലായിരുന്നു ശനിയാഴ്ചത്തെ കളക്ഷനെങ്കിൽ ഇന്ന് 150 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഇന്നത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നൽകുന്ന റിസൾട്ട് എന്ന് തന്നെ പറയാം. 1292 കോടിയായിരുന്നു സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളായി 10-ാം ദിവസത്തെ വന്നെങ്കിൽ 1450 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ 11-ാം ദിവസത്തെ കളക്ഷനായിട്ട് വരാൻ പോകുന്നത്. ഒരു പക്ഷേ 1500 കോടി ടച്ച് ചെയ്താലും അതിന് അത്ഭുതങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് അമ്മാതിരി തീ ബുക്കിംഗ് തന്നെയാണ്. മണിക്കൂറുകളിൽ 700-ന് മുകളിൽ 700 കെക്ക് മുകളിലുള്ള ബുക്കിംഗ് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഞായറാഴ്ച തീ സൺഡേ എന്ന് തന്നെ പറയാം. നമുക്ക് കാത്തിരിക്കാം. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും അതേപോലെ ഈവനിങ് കളക്ഷനുമൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവണം. ഗ്രീൻ മീഡിയാസ്.